ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലേക്ക് ഈ മാസം അവസാനത്തോടെ വിവിധ വിഭാഗങ്ങൾ മാറ്റുന്നു. ഉദ്ഘാടനത്തിന് മുൻപ് ഘട്ടം ഘട്ടമായാണ് കെട്ടിടം തുറന്നു നൽകാൻ തീരുമാനിച്ചത്. OP, അത്യാഹിത വിഭാഗം, ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത്. ഇതോടെ നിലവിലെ മാതൃശിശു കേന്ദ്രം കെട്ടിടത്തിൽ കിടത്തി ചികിത്സ മാത്രമായി മാറും. പുതിയ കെട്ടിടം പ്രവർത്തനക്ഷമമായ ശേഷം ആരോഗ്യമന്ത്രിയുടെ തീയതി ലഭിക്കുന്ന മുറയ്ക്ക് ഉദ്ഘാടനം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മാസങ്ങളായി പ്രവർത്തന സജ്ജമായി കിടക്കുന്ന കെട്ടിടമാണിത്. നിലവിലെ പരിമിതമായ സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കെട്ടിട നിർമ്മാണം. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 10.65 കോടി രൂപ ചിലവിലാണ് ആധുനിക സൗകര്യങ്ങളോടെ 3 നില കെട്ടിടം നിർമ്മിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. പെരുമാറ്റച്ചട്ടം വന്നതോടെ ഉദ്ഘാടനം നീണ്ടു. സെപ്റ്റംബറിൽ അഗ്നിരക്ഷാ സേനയുടേതുൾപ്പെടെയുള്ള രേഖകൾ ലഭിച്ചു. എന്നിട്ടും കെട്ടിടം തുറന്നില്ല. ഉദ്ഘാടനത്തിനുള്ള ആലോചനകൾക്കിടെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ജില്ലയിൽ നിലവിൽ വന്നതോടെ വീണ്ടും ഉദ്ഘാടനം നീണ്ടു. അടച്ചിട്ട നിലയിൽ കെട്ടിടം കിടക്കുമ്പോൾ എലി പോലുള്ള ജന്തുക്കൾ കയറി വയറുകളും മറ്റും കടിച്ചു നശിപ്പിക്കുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് ഉദ്ഘാടനത്തിന് കാക്കാതെ കെട്ടിടം തുറക്കാൻ ശ്രമിക്കുന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഉതുവടി. ഫോൺ 8129005144.